പണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും തണലിൽ ജീവിച്ചിരുന്ന ആ കാലം. അന്ന് ലോകം എത്ര ചെറുതായിരുന്നു. ആവശ്യമുള്ളതെന്തും ചോദിച്ചു വാങ്ങാനും ആഗ്രഹങ്ങൾക്കൊപ്പം ചിരിച്ചു നടക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിൽ തനിയെ നിൽക്കാൻ പോലും പേടിയായിരുന്നു. എന്തിനും ഏതിനും ഒരു കൈത്താങ്ങ് കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് അന്നത്തെ ഒരു നിഷ്കളങ്കമായ ഭയമായിരുന്നു. പക്ഷേ ആ ഭയത്തിലും നമ്മൾ സുരക്ഷിതരായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ജീവിതം നമ്മളെ മറ്റൊരു വഴിയിലേക്ക് മാറ്റി. വിവാഹത്തിന് ശേഷം ലോകം മാറി, സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ മാറി. പണ്ട് കിട്ടിയിരുന്നതെല്ലാം ഇന്ന് കിട്ടണമെന്നില്ല. അന്ന് ലഭിച്ചിരുന്ന പരിഗണനകൾക്കും സൗകര്യങ്ങൾക്കും പകരം ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. അത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെടുന്നു. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആശ്വാസം പറയാൻ ആരുമില്ലാത്ത, സ്വന്തം പ്രയാസങ്ങൾ ഉള്ളിൽ തന്നെ അടക്കി പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആ ഭയത്തിന്റെ കാട്ടില് നമ്മൾ ശരിക്കും തനിച്ചാവുകയാണ്. പക്ഷേ ഇവിടെയാണ് ജീവിതത്തിന്റെ മറ്റൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. പണ്ട് ആരെങ്കിലും കൂടെയുണ്ടെങ്കിലേ ധൈര്യം വരൂ എന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പ്രതിസന്ധികളുടെ നടുവിലും പതറാതെ നിൽക്കാൻ നമ്മൾ പഠിക്കുന്നു. കൂടെ ആരുമില്ലെങ്കിലും മക്കളെ നോക്കി സങ്കടങ്ങളെ ചിരിയോടെ നേരിട്ട് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിച്ചു തീർക്കുന്നു. എത്ര വലിയ വേദന വന്നാലും അത് പുറത്തു കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഒരു പുഞ്ചിരി പടർത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വളർച്ച. ഇന്ന് ഭയങ്ങളൊന്നും നമ്മളെ തളർത്തുന്നില്ല. കാരണം പേടിച്ചു മാറേണ്ടതല്ല ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വീഴ്ചകളിൽ തളരാതെ ഒറ്റപ്പെടലിന്റെ നിശബ്ദതയിൽ സ്വന്തം കരുത്ത് കണ്ടെത്തി മുന്നോട്ട് നടക്കുക. സങ്കടങ്ങളെ കൊണ്ടാടാനും പ്രയാസങ്ങളെ പുഞ്ചിരിയോടെ നേരിടാനും പഠിച്ചാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഈ ലോകത്തൊന്നുമില്ല. ഭയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിനെ നോക്കിയൊന്ന് ചിരിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതം. അതാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ജയിച്ചെടുക്കുന്ന യഥാർത്ഥ പോരാട്ടം.